രണ്ടല്ല വിടൂല്ല, അവരെ കൊണ്ട് കഴിവില്ല. ഇത് കേക്ക് ശബരിമല കേസ്. ആരാണ് ശബരിമല കയറിയത്? പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് മോദിയാണ്. അവകാശമുള്ള പൈസ മോദിന്റെ കുടുംബസ്വത്തല്ല. പിള്ളേര് പട്ടിണിക്ക് നിൽക്കുകയാണ്. കൊച്ചു പിള്ളേര് പാത്രം കൊണ്ട് നിൽക്കുന്ന കണ്ട. ഇതൊക്കെയാണ് കാണേണ്ടത്. എന്തിനു വോട്ട് കൊടുക്കുന്ന കാര്യം പറയാനാണ്. പിന്നെ പെൻഷൻ 3000 ഇത് നടപ്പിലാവൂ. ഇവരെല്ലാം പിരിച്ച പൈസയിൽ ഏത് ബാങ്കിലാവും കൊണ്ടിട്ട് ഞങ്ങളും കൂടെ വന്ന് കല്ലിട്ട് ആ മണ്ണ് കയറി മൂടിക്കിടക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന്. മാവിക്ക് വീട് വേണോ പൈസ വേണോ നിങ്ങളുടെ സംശയം നിങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് നമ്മുടെ മനസ്സിൽ പറയാൻ വേണ്ടി ചോദിക്കുന്നത്. അല്ലല്ല എന്ന് പറയാതെ രണ്ടല്ല 2 മാസമല്ലേ ആയുള്ളൂ. ഒരു പാർട്ടി ഇഷ്ടമല്ല. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പാർട്ടി നമ്മളത് ഉപകാരമുള്ള പാർട്ടിക്ക് നമ്മൾ വോട്ടിട്ടുള്ളൂ. പ്രയോജനമുള്ള പാർട്ടിക്ക്. ഹൈടെക് സ്കൂൾ ഹൈടെക് ആക്കിയ കാലങ്ങളെല്ലാം വന്നോ? ചെയ്തത് ആര്? ഇപ്പോഴത്തെ മന്ത്രിസഭ, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭ അവരാണ് ചെയ്തത്. ഇതല്ല അല്ലാതെ കോൺഗ്രസ് എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു? വിടൂല്ല, അവരെ കൊണ്ട് കഴിവില്ല. അവസരം കൊടുക്കുമല്ലോ ഇവിടെ ഒരുപാട് വികസനങ്ങൾ വരാനുണ്ടോ? അല്ല, എന്നാലും ഇവിടെ എങ്ങനെയുണ്ട് വികസനങ്ങൾ വരാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, BJP ഭരിക്കുന്നോ ആര് ഭരിച്ചാലല്ലേ അറിയാൻ പറ്റൂ ആര് വികസനം കൊണ്ടുവരുന്നു എന്നുള്ളത്. ഇവര് പറയണ ഈ 2000 ഈ 4 വർഷം കൊണ്ട് ഭരിച്ചപ്പോ ഉണ്ടാക്കിയില്ല. ഈ 2 മാസം ഇലക്ഷൻ അടുപ്പിച്ചാണ്. ഇനി കോൺഗ്രസ് കയറിയ ഉടനെ കോൺഗ്രസ്സുകാര് ബസ്സിൽ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കേ വേണ്ട. അവര് ജയിച്ചു നോക്കട്ടെ. അവര് നടത്തൂല്ല. നടത്തോ ഇല്ലെന്ന് അവർക്കല്ലേ അറിയൂ. അവര് ജയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ അവരെ കാര്യം അല്ല, അവരെ കാര്യം മാത്രമാണ്. പറഞ്ഞാ ചെയ്യുന്ന കാര്യം അവര് ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കേരളം ഭരിക്കുന്നെങ്കിൽ അവര് ഭരിക്കും. അവരെന്തെല്ലാം വികസനം ചെയ്തു? ഹൈടെക് ആക്കിയില്ലേ സ്കൂള്, റോഡുകൾ വന്നില്ലേ, ആൾക്കാർക്ക് 60 രൂപ 600 രൂപ എന്നുള്ള 2000 രൂപയാക്കിയ റേഷൻ ഇല്ലേ. പിന്നെ എന്താ വേണ്ട ആൾക്കാർക്ക്? ഇത്രയും നല്ല കാര്യങ്ങൾ അവര് ചെയ്തു. പിന്നെ അവര് പറയുന്നത് എന്തെന്നറിയാം? ശബരിമല കേസ്. ഇത് കേക്ക് ശബരിമല കേസ്. ആരാണ് ശബരിമല കയറി മോട്ടിച്ചത്? ആരാ കയറി മോട്ടിച്ചത് ആര്? സോണിയുടെ ആൾക്കാരും. നേരെ കൊണ്ടുപോയത് സോണിയുടെ വീട്ടില്. അതെന്തുകൊണ്ടെന്നറിയാം? തെറ്റ് ചെയ്തവരെല്ലാം വീടുകളിൽ ഇരിപ്പുണ്ട്. മോട്ടിച്ചവരെല്ലാം വീടുകളിൽ, അല്ലാത്തവരെല്ലാം എവിടെ ഇരിക്കുന്നു? അത് സത്യസന്ധമായി അന്ന് അന്വേഷിച്ചാൽ അറിയാം കാര്യം. സ്റ്റേറ്റിന്റെ പോലീസ് ആയാലും ശരി, ആരായാലും ശരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് ഭരിക്കുന്നവരെ മാത്രമേ അവര് കേട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പാവങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് മോദിയാണ്. സൗജന്യ റേഷൻ മോദിയാണ്. ഇത്രയും കാലവും വർഷവും ഇല്ലാത്ത കൊറോണ വന്നപ്പോഴേ കിറ്റ് വിളമ്പിയത് മോദിയാണ്. മോദി കൊടുക്കുന്നത് കൊടുക്കണം തന്നെ. കേരള സർക്കാരിന്റെ പിണറായി വിജയന്റെ പൈസ അങ്ങനെ മാറ്റി പണ്ട് കേരളത്തിൽ പിണറായി വിജയൻ മോദി കൊടുത്തിട്ടാണ് പിണറായി കൂടെ വിളമ്പിയത്. അല്ല, പക്ഷെ പിണറായി 2ാമതും ജയിച്ച് കയറിയത് എങ്ങനെയെന്നറിയാമോ? അയ്യോ, പിണറായി ആണേ കിറ്റ് കൊടുത്തത്, പക്ഷെ കൊടുത്തത് മോദി. പെണ്ണുങ്ങൾ വിചാരിച്ച് പിണറായി തന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും 2ാമത് പിണറായി അങ്ങ് കയറ്റി കൊടുത്തത്. പക്ഷെ പിന്നെയാണ് അറിയണത് മോദിയാണ് തന്നത്. എനിക്ക് 70 വയസ്സായി. ഇത്രയും വർഷത്തിനിടയില് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയത് ഇപ്പോഴാണ്. അത് മോദി കൊടുത്തത്. മോദിക്ക് കുടുംബസ്വത്തിന് അവകാശമുള്ള പൈസ മോദിന്റെ കുടുംബസ്വത്തല്ല.
മോദിയുടെ കുടുംബ സ്വത്തല്ല. അല്ല, മോദിക്ക് കുടുംബം ഇല്ല, അവരുടെ കുടുംബം നന്നാക്കാം. പക്ഷേ ബാക്കിയുള്ളവന്മാർക്ക് കുടുംബം ഉണ്ടാവും. ആദ്യം അവരെ കുടുംബമാണ് നന്നാക്കണം. ഇത് കണ്ട മോദിയുടെ നാട്ടിലുള്ള ആൾക്കാരാണ് കൊച്ചു പിള്ളേര് പട്ടിണിക്ക് നിൽക്കുകയാണ്. കൊച്ചു പിള്ളേര് പാത്രം കൊണ്ട് നിൽക്കുന്ന കണ്ട. ഇതൊക്കെയാണ് കാണേണ്ടത്. അല്ലാതെ മോദിക്ക് ഉണ്ടാക്കണം, താമരയ്ക്ക് കുത്തണം, മറ്റേതിന് കുത്തണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് ഏത് സ്ഥലമാണ് നോക്ക്, നമ്മൾക്കിത് മൊബൈലിൽ വന്നു. മോദിയുടെ സ്ഥലം ഇപ്പൊ പറയാം, നോക്കി പറയാം. സ്ഥലം ക്ലിയർ ആയിട്ട് ഇട്ടിട്ടില്ല. സ്ഥലം ക്ലിയർ അല്ല. നമ്മുടെ കേരളമല്ല എന്നുള്ളത് അറിയാം. കേരളമല്ല, അല്ലാതെ ഇന്ത്യക്കകത്ത് എവിടെയോ ഒരു സ്ഥലമാണ്. അതൊക്കെ അറിയാം. നിങ്ങൾ അത് പറയാമെന്ന് എനിക്ക് അറിയില്ല. ഉള്ള കാര്യം പറയാം. ഇത് കാണിച്ചത് കേരളമല്ല. സ്വന്തം പാർട്ടി എന്ത് ചെയ്തു, പാർട്ടികളെ പാർട്ടിയെന്നല്ല, അതാണ് പറഞ്ഞത്. നമ്മളെ വിശ്വസിക്കുന്ന പാർട്ടിയെ പൊക്കി പറയാം, പക്ഷെ അന്യ പാർട്ടികളെ താഴ്ത്തി പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. പാർട്ടിക്കാരുടെ എല്ലാരും ഒന്നാണ്. ഈ പറയുന്ന BJP ആയാലും കമ്മ്യൂണിസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ. ഈ പറയുന്ന മൂന്നുപേരും ഒറ്റക്കെട്ടാണ്. ജനങ്ങളാണ്. നമ്മൾ എന്തിനാണ് ഇവർക്ക് വേണ്ടി കിടന്ന് ആക്രോശിക്കുന്നത്? അഭിപ്രായം എല്ലാ വ്യക്തിക്കും പറയാം. വോട്ടവകാശമുള്ള എല്ലാ വ്യക്തിക്കും അഭിപ്രായം പറയാം. എന്തിനു വോട്ട് കൊടുക്കുന്നത്? കാര്യം പറയാനാണ്. അവർക്ക് മാത്രം നമുക്ക് അവകാശമുണ്ട്. ഉണ്ടല്ലോ. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയാണ് അവര് കേറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ അവർക്ക് സൗജന്യ ബസ് സർവീസ്, പിന്നെ പെൻഷൻ 3000 ഇത് നടപ്പിലാവൂ. അതാണ് ഞാനും കേൾക്കുന്നത്. നടപ്പിലാക്കൂ. ഇതിൽ ആര് പറയണേ നമുക്ക് നടപ്പിലാക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം അവരുടെ നിന്ന് പറയാണ്. ഞാൻ കയറി കഴിഞ്ഞാൽ ഇത്ര 3000 രൂപ നിങ്ങൾക്ക് അടുത്തോളം പെൻഷൻ, ട്രാൻസ്പോർട്ട്, ബസ് സ്ത്രീകൾക്ക് ഫ്രീ. എവിടെ VD സതീഷ് എന്തെല്ലാം നുണകളാ പറയുന്നത്? ചൂരൽമലയിൽ എന്ത് ചെയ്തവര്? ചൂരൽമല പിരിച്ച പൈസയല്ലേ ഏത് ബാങ്കിലവൻ കൊണ്ടിട്ട്? അവ ഏത് ബാങ്കിൽ ഇട്ടിരിക്കുന്നു VD സതീഷ്? അവിടെ എന്തൊരു വീട് വെച്ച് എന്തോന്നൊക്കെ വെച്ച് കൊടുത്തു? 130 വീട് DYFIക്കാര് ചായ കച്ചവടം ചെയ്ത് കൊടുത്തല്ലോ. 130 വീട് DYFI എത്ര കോടി രൂപ കൊടുത്തെന്നറിയാം ഞങ്ങൾക്ക്? 20 കോടി വീട് വെച്ച് കൊടുത്തു. VD സതീശന്റെ വീട് എന്തെന്ന് ഒന്ന് അന്വേഷിച്ച് വെച്ച് കൊടുത്തത് അതിന്റെ ഓപ്പണിംഗ് വരെ കണ്ടവരെ ഞങ്ങൾ. 50 എന്തോന്ന് കൊടുത്തത്? രാഹുൽ ഗാന്ധിയും ഞങ്ങളും കൂടെ വന്ന് കല്ലിട്ട് ആ മണ്ണ് കയറി മൂടിക്കിടക്കണം. 50 എണ്ണം കൊടുത്തു. പക്ഷെ വീടല്ല. അവരെന്തെല്ലാം കഷ്ടപ്പെട്ട് കൊടുത്ത് ഒരുപാട് ഇഷ്ടം പോലെ വീട് വെച്ച് കാര്യങ്ങൾ ചൂരൽമലയിൽ ചെയ്തു. പ്രളയ ഫണ്ട് തട്ടിച്ചെങ്കിൽ പ്രളയ സമയത്ത് ആൾക്കാർക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടം പോലെ എല്ലാം കൊടുത്തു. പ്രളയ സമയത്ത് ഒന്നും കിട്ടിയില്ലെന്ന് ആരും പരാതി പറയുന്നില്ല. എല്ലാവർക്കും നല്ലതായിട്ട് കിട്ടി. ആ സമയത്ത് അത് പരാതി പറയുന്നത് കോൺഗ്രസ്സുകാരും താമരയുമാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ അവർക്ക് കേറണം. അത് കേറിയ ഭാഗ്യം. എന്നാ ഈ 3000 എന്നുള്ളത് 5000 വെച്ച് കിട്ടുകയും ചെയ്യും. വെറുതെ വണ്ടിയെ കയറി പോവാം. വണ്ടി വന്ന് നിന്നാ മതി, നമുക്ക് കയറി പോവാം. അവിടെ ഇറങ്ങാൻ മുമ്പ് പൈസ കൊടുത്താൽ അവർക്ക് നട്ടലുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് നട്ടലോർപ്പില്ല. പറയുന്ന പിന്നെ പറയോ? പിന്നെ പാപങ്ങൾ ആരും ഇനി വീടില്ലാതെ ഒരു മനുഷ്യരോട് അല്ല വീട് ഇല്ലാതെ ഒരു മനുഷ്യന് താമസിക്കാൻ ഇടവരുത്തില്ല. എല്ലാ പേർക്കും വീട് കൊടുക്കും. പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാം.
ഈ നമ്മ പോലെയുള്ള ഞാൻ 44 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവളാണ്. 44 വർഷം കൊണ്ട് ഞാൻ പാർട്ടിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ അയ്യോ ഇപ്പൊ ആ സ്ക്രീം ഇല്ല ഇല്ല. പിന്താങ്ങിയതൊക്കെ ശരി. കല്ലിട്ടത് പുല്ല് കയറി മൂടി കിടക്കുന്നു. കല്ലിട്ടെന്നുള്ളത് സത്യമാണ്. എവിടെ നമ്മൾ വീട് കൊടുത്തത് വേറെ എവിടെ കേന്ദ്രത്തിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ. നിയമത്ത് ആര് ജയിക്കും? എന്ന് പറഞ്ഞാലേ നിയമത്തിൽ ജയിക്കുന്ന ഈ വാർഡ് മത്സരം നടക്കുന്ന മണ്ഡലം നിയമം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന്. അപ്പൊ ജയിക്കുമ്പോ സമയത്തറിയാം ആര് ജയിക്കുന്നു. ഞാൻ ജയിക്കും. ജയിച്ചാലും അവരെ കുടുംബത്തിൽ അങ്ങനെ എന്താ പറയുന്നത്? ആര് ജയിച്ചാലും അവരുടെ കുടുംബത്തിനെന്ന് പറയില്ല. നമുക്ക് എന്താ കിട്ടി? അത് നിങ്ങൾ പറഞ്ഞോണ്ട് 44 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവളാണ്. ഇന്ന് വരെ 1 സെന്റ് ഭൂമിയാ ഒരു കിടക്കോടെ. നമ്മള് പാർട്ടിക്കാരുടെ അടുത്തെല്ലാം അവർ പറയണെന്താന്നറിയാം, അയ്യോ ആ സ്ക്രീം ഇപ്പൊ ഇല്ല, അതാണ് പറയണത്. അപ്പൊ ഞങ്ങൾ എന്താ പറയണം? എന്താ ഞങ്ങൾ പിന്നെ പറയണം? ഇതേവരെ ലിസ്റ്റിലുള്ള വീട് പോലും കിട്ടിയിട്ടില്ല. അങ്ങേർക്ക് മോൻ ഗൾഫിലാണ്, അങ്ങേർക്ക് അവർക്ക് ആൺമക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് വീട് കൊടുത്തു. നമുക്ക് എന്റെ അച്ഛന്റെ ലിസ്റ്റ് പേര് അച്ഛൻ ചത്തും പോയി. പക്ഷെ എന്റെ അമ്മയ്ക്ക് 5 പെൺമക്കളാണ്. അമ്മ എപ്പോഴും വാടക വീട്ടിലാണ്. അതെ, എനിക്ക് ലിസ്റ്റിൽ പേര് വന്ന് 20ാമത്തെ മാവിക്ക് വീട് വേണോ പൈസ വേണോ? നമുക്ക് നമ്മളെ പാർട്ടിക്കാരോട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് വീടില്ല, നിങ്ങളൊന്ന് അയ്യോ ഇപ്പൊ ആ സ്ക്രീം ഇല്ല. ആ അതൊക്കെ അങ്ങ് പോയി. അതല്ല എനിക്ക് 20ാമത്തെ നമ്പർ പേരാണ് വന്ന് കിടന്നത് വീട്ടില്. ഇന്റെ ചോദിച്ചപ്പോഴേക്ക് അതെല്ലാം പോയി. ഇവര് പാർട്ടി കളിയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് പറഞ്ഞതിനെടുത്ത് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ആശാ വർക്കർമാരുടെ സമരം നടത്തിയത് ആശാ വർക്കർമാരെ അനാവശ്യമായിട്ട് നടത്തിയതാണ്. അത് അനാവശ്യ ഒരു ഇതാണ്. അത് നമുക്ക് നല്ലോണം അറിയാം. കാരണം പഞ്ചായത്ത് ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പഞ്ചായത്തിൽ ഉള്ളവരും കുടുംബശ്രീ അംഗങ്ങൾക്കും നല്ല ആനുകൂല്യമാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇന്നും അന്നും ഇപ്പോഴും കുടുംബശ്രീക്ക് നല്ല ഒരു പേരുണ്ട്. കുടുംബശ്രീക്ക് നല്ല ആനുകൂല്യങ്ങളുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. റിവോൾവിംഗ് ഫണ്ടുണ്ട്, പിന്നെ ലിങ്കേജ് വായ്പയുണ്ട്, പിന്നെ എല്ലാം ഒരുപാട് കാര്യങ്ങളാണ് കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അത് ഈ ഗവൺമെന്റ് ചെയ്ത് അല്ല, മോദി ഗവൺമെന്റ് അല്ല. അവർ കയറിയ ഇതെല്ലാം ഇപ്പൊ നിർത്തലാക്കും. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ കണ്ട ഒരു സംഗതി അവർ തരൂല്ല. അത് നമുക്ക് നല്ലോണം അറിയാം. പഞ്ചായത്ത് ഏരിയ കിടക്കുന്നവർക്ക് ഒട്ടുമുക്കാലും പേർക്ക് ഓരോരോ MLA-മാര് വാർഡ് മെമ്പേഴ്സ് കയറുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും വീടിനുള്ള പൈസയാണെങ്കിലും എല്ലാം അവരെ കൊണ്ട് കഴിയും പോലെ അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഏരിയയിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ വലിയ സമരം എന്തിനായിരുന്നു അറിയാമോ? അവരുടെ സമരം ശമ്പളം കൂട്ടാൻ. അത് നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? അത് നിങ്ങളുടെ സംശയമല്ല. നിങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് നമ്മുടെ മനസ്സിൽ പറയാൻ വേണ്ടി ചോദിക്കും. അല്ലല്ല എന്ന് പറയാതെ കുഞ്ഞെ, എനിക്ക് നിന്നെക്കാട്ടി പ്രായമുള്ള മോനുണ്ട്. അപ്പൊ ആ വർത്തമാനം വേണ്ട. ഇങ്ങോട്ട് ഇട്ടെടുക്കണ്ട. അങ്ങോട്ട് പറയുന്നത് കേക്ക്. ഞങ്ങൾക്ക് ഇട്ടെടുക്കുന്ന പരിപാടി വേണ്ട. ഈ ആശാ വർക്കർമാർക്ക് അത് അല്ലല്ല, അവരത് പറഞ്ഞത് നല്ല കാര്യം. അവർക്ക് അത് കൊടുക്കണം. കാരണം ആശാ വർക്കർ പിന്നെ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അതിന് കൊടുക്കാത്തത് ഏത് പാർട്ടി കൊടുത്തില്ലേ അത് തെറ്റ് തന്നെയാണ്. കൂട്ടി കൊടുക്കേണ്ടതാണ് സത്യത്തിൽ. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇപ്പൊ കൂട്ടാനൊന്നും പറ്റൂലല്ലോ. പറ്റുമോ? എല്ലാ കാര്യങ്ങളും അങ്ങ് കൃത്യനിഷ്ഠയായിട്ട് ചെയ്ത് ഭരിച്ച ഒരു ഒറ്റ മന്ത്രിസഭയില്ല. ഒറ്റ ആൾക്കാരും ഇല്ല. തൊഴിലുറപ്പിൽ ഞാനും പോയോണ്ടിരുന്നവളാണ്. 310 രൂപയില്ലേ? അതിപ്പോഴാണ് അതിപ്പം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി. ആവശ്യം ആർക്കും എനിക്ക് പറയാം. ഇപ്പൊ ഒരു 10 സെന്റ് ഒരു വീടും എനിക്ക് തരണമെന്ന് പറയാം. ആവശ്യപ്പെടാവുന്നതേ നമ്മൾ കിട്ടാൻ അർഹതയുള്ളതേ നമ്മൾ പറയാം. പാർട്ടിക്കാരോടും മെമ്പർമാരോടും പറയേണ്ടത് എന്തിനെന്ന് വെച്ചാ, ആര് ജയിച്ച് കയറണം പറയേണ്ടത് വേറൊന്നുമല്ല. എവിടെയാണ് ആർക്കാണ് വസ്തുവും വീടും ഇല്ലാത്തവരാ നിങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവരണം. അവര് ഒരു മനുഷ്യരും വസ്തുവും വീടും ഇല്ലാതെ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് സർക്കാർ ഒരു നിയമം ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അവർക്ക് നമ്മളെ കഴിയുന്ന ഒരു 3 സെന്റ് തറയും ഒരു കൊച്ചു വീടും അവർക്ക് വെച്ച് അവർ വസ്തു വീടും ഇല്ലാതെ കിടക്കണ്ട, കൊടുക്കണം. ആ ഒരു തീരുമാനം ഏത് പാർട്ടിക്കാർക്കും എടുക്കാൻ പറ്റുമോ? LDF വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞാല്
LDF വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല.